بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون وأطيعوا الله وأطيعوا الرسول واحذروا فإن توليتم فاعلموا أنما على رسولنا البلاغ المبين. السلام عليكم ورحمة الله وبركاته. നമ്മുടെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുക എന്ന നിലക്കാണ് ഞാൻ ഒരു 2 മിനിറ്റ് സംസാരിക്കുന്നത്. 1992 മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ നഫറല്ലാഹു മർഖദഹു ബഹുമാനപ്പെട്ടവരുടെ പേരിലാണ് ഈ സ്ഥാപനം, ഇവിടുത്തെ പള്ളിയും അതിന്റെ കീഴിലുള്ള മദ്രസയും സ്ഥാപിതമായത്. ഈ മഹല്ലിലുള്ള എല്ലാ ജനങ്ങളും അതിനെ സഹായിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പരിസര പ്രദേശങ്ങളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിന് സഹായിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ സംസാരിച്ച് മറ്റ് വിഷയങ്ങളൊക്കെ സെക്രട്ടറി ഇവിടെ ഉണ്ട്, സെക്രട്ടറി ആ കാര്യങ്ങൾ സംസാരിക്കും. കൂട്ടാവ് തദ്ഫീറുൽ മുസ്ലിമീൻ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ സ്ഥാപനങ്ങൾ മുഴുവൻ നടത്തുന്നത്. കേരളത്തിനകത്തും പുറത്തും പ്രശസ്തമായിരുന്ന മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ സ്മരണാർത്ഥം മദ്രസത്തുൽ അസ്ലിയ എന്നൊരു മഹനീയ സ്ഥാപനം ഈ കമ്മിറ്റിയുടെ കീഴിൽ നടത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന മഹല്ല് ജുമാഅത്ത് പള്ളിയും ഈ കമ്മിറ്റിയുടെ കീഴിൽ പല മഹല്ലിലെ നിവാസികൾക്കായിട്ട് പലവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അതിനൊക്കെ ഈ നാട്ടുകാരും മറുനാട്ടുകാരുമായ എല്ലാ ആളുകളും വളരെയധികം സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാറുണ്ട്. മേലിലും ഇത്തരം സഹായങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ഒരു വിനീതമായ അപേക്ഷ ഞങ്ങൾക്കുണ്ട്. بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم
يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സദസ്സിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാബുഷങ്ങളുടെ പ്രാർത്ഥന നടന്ന ഒരു ബർക്കത്തുള്ള മജ്‌ലിസ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നെഞ്ഞോടുകൂടി അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ടും മറ്റാരെയും അല്ലാഹുവിന്റെ ദീനിന്റെ മുമ്പിൽ വേവക്കാതെയും അല്ലാഹുവിന് എല്ലാം അർപ്പിക്കും സമർപ്പിക്കും ഒരുപാട് പണ്ഡിതന്മാരെ നമ്മുടെ ഈ ഉസ്താദിനെ പോലുള്ള ഇവിടെ പ്രസംഗിക്കാൻ അയൽജികളെ പോലുള്ള ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാരെ വാർത്തെടുത്ത ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു വനഫഅന അല്ലാഹു ബിഹി ഫിദ്ദാറൈൻ മഹാനുഭാവങ്ങളെ അനുസ്മരിക്കുന്ന ഒരു ഇൽമിന്റെ ദുആയിലെ നന്മയുടെ സദസ്സാണ് നമ്മുടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ജല്ല ജലാലുഹു ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവർ, ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവരും ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഒരു നീണ്ട സമയം പ്രസംഗിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ ധാരാളം ആളുകൾ വളരെ നേരത്തെ തന്നെ വന്ന് വളരെ ഉല്ലാസത്തോടുകൂടി ഈ സദസ്സിൽ പങ്കെടുത്തത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അല്ലാഹു ഈ പ്രദേശത്തിനും ഈ പ്രദേശത്തുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. സഹോദരന്മാരെ, ലോകത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ധാരാളം മഹാന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട്. ആ മഹാന്മാർ ഇവിടെ അനുസ്മരിക്കപ്പെടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ കഴിഞ്ഞുപോയ മഹാന്മാരെ സംബന്ധിച്ച് എത്രയോ സ്ഥലങ്ങളിൽ ഓർക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അനുസ്മരിക്കാൻ ആവശ്യപ്പെട്ടതായി കാണാം. ഓർക്കൂർ അഗ്ന അയ്യൂബ് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കാല മൂസ لفتره لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا. ഇതിനെക്കുറിച്ച് എത്രയോ സ്ഥലങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാരെ അവരുടെ സംഭവങ്ങളെ അനുസ്മരിക്കാൻ അടിക്കടി ആവശ്യപ്പെടുന്നതായി കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കളുടെ ധാരാളം സംഭവങ്ങൾ എടുത്തു വിശദീകരിച്ചതായി നമുക്ക് കാണാം. എന്ന് മാത്രം അല്ല, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ഹൂദ്, സൂറത്ത് നൂഹ്, സൂറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞുപോയ എത്രയോ അമ്പിയാക്കളുടെ പേരിൽ പ്രത്യേകം സൂറത്തുകളിൽ തന്നെ അല്ലാഹു തആല അവതരിപ്പിച്ചതായി നമുക്ക് കാണാം. സൂറത്തുൽ അംബിയ, അമ്പിയാക്കളെ സംബന്ധിച്ച് പറയുന്ന മൊത്തത്തിൽ പറയുന്ന സൂറത്ത് നമുക്ക് കാണാം.
ഔലിയാക്കളിൽപ്പെട്ട പല മഹാന്മാരെ സംബന്ധിച്ചും പണ്ഡിതന്മാരെ സംബന്ധിച്ചും പരാമർശിക്കുന്ന പ്രത്യേകം സൂറത്തുകളിൽ പരിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്ത് മറിയം, സൂറത്ത് ലുഖ്മാൻ, ഇങ്ങനെ തുടങ്ങി ഔലിയാക്കളെ സംബന്ധിച്ച് വിവരിക്കുന്ന സൂറത്ത്, അവരുടെ പ്രത്യേക പേരിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അവരെല്ലാം അവരുടെ ചരിത്രം പറയുന്നതോടുകൂടി തന്നെ ആ മഹാന്മാർ ഈ ലോകത്ത് പഠിപ്പിച്ച സുന്ദരമായ ആശയങ്ങൾ, ആ ആശയത്തിലേക്ക് ജനങ്ങളെ മാറ്റിവെക്കുന്നതും അവരുടെ ആശയങ്ങളെ സംബന്ധിച്ച് അവരെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവരുടെ മഹത്വങ്ങളെക്കുറിച്ച് അവരെ എതിർക്കാൻ പോയവർ, അവരെ അവഗണിച്ചവർ, അവരെ തള്ളിപ്പറഞ്ഞവർ, അവർക്ക് സംഭവിച്ച ഭവിഷ്യത്തുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തിയായി ഓർമ്മപ്പെടുത്തി അങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചു പോകരുത് എന്ന് നമ്മെ താക്കീത് ചെയ്യുന്ന ധാരാളം ആയത്തുകളും പരിശുദ്ധ ഖുർആനിൽ കാണാം. അല്ലാഹു തന്നെ പറഞ്ഞു, കുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. കഴിഞ്ഞുപോയ മുസ്ലിങ്ങളുടെ ചരിത്രങ്ങൾ, ഓരോരുത്തരുടെ ചരിത്രങ്ങളും അവിടത്തേക്ക് നമ്മൾ പറഞ്ഞു തരുന്നു. എന്തിനാണത്? താങ്കളുടെ അങ്ങയുടെ ഹൃദയത്തിന് സ്ഥിരത ഉണ്ടാകാൻ, ഉറച്ച വിശ്വാസമുണ്ടാകാനും ആ വിശ്വാസത്തിലധിഷ്ഠിതമായി ഉറച്ചു നിന്നുകൊണ്ടുള്ള മുന്നേറ്റം പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രവർത്തന രംഗത്തും കാലിൽ ഇടറിപ്പോകാതെ, മനസ്സ് പതറിപ്പോകാതെ, ചിന്ത തെറ്റിപ്പോകാതെ വളരെ സുസ്ഥിരമായ പ്രവർത്തന രംഗത്ത് മുന്നേറാനും അതിനുവേണ്ടിയാണ് മുൻഗാമികളുടെ ചരിത്രങ്ങൾ അങ്ങേക്ക് വിവരിച്ചു തരുന്നത് എന്ന് ഖുർആൻ പ്രത്യേകം സൂചിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ ആദ്യകാലങ്ങളിൽ കഴിഞ്ഞുപോയ മഹാന്മാരെ അനുസ്മരിക്കപ്പെടണം, അവരുടെ സുദീർഘമായ സംഭവങ്ങൾ വിവരിക്കപ്പെടണം, അവരെ എന്നും ഓർമ്മിച്ചുകൊണ്ടിരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അപ്പോൾ അവർ മുഖേന അവർ വകയായി, അവർ മുഖേന നമുക്കും കൂടി കിട്ടാൻ അത് കാരണമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്, റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. റബ്ബന ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പൊറുക്കണം നാഥാ, വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് മുൻകടന്നുപോയ ആരെല്ലാം ഞങ്ങളെ മുൻഗാമികളുണ്ടോ അവർക്കെല്ലാം നീ മാപ്പാക്കണം നാഥാ. നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ നമ്മുടെ പാപം പുറത്തു കിട്ടാൻ അത് കാരണമാകും. അങ്ങനെ നമുക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയും ഒരേ സമയത്ത് കൂട്ടിപ്പറഞ്ഞുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുക. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. വിശ്വസിച്ച ഒരു വ്യക്തിയോട് ഞങ്ങളുടെ മനസ്സിൽ നീ വൈരാഗ്യവും വിദ്വേഷവും തന്നേക്കരുത് അല്ലാഹ്. ലോകത്ത് ഈമാൻ കൊണ്ട് അനുഗ്രഹം ലഭിച്ച ഏതെല്ലാം മഹാന്മാരുണ്ടോ അവരും ഞങ്ങളും തമ്മിൽ മാനസികമായ പൊരുത്തവും ബന്ധവും സ്നേഹവും നീ ഉണ്ടാക്കിത്തരണം. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. വിശ്വസിച്ച ഒരു വ്യക്തികളോട് ഞങ്ങളുടെ മനസ്സിൽ ഒരു വിദ്വേഷവും വൈരാഗ്യവും തന്നേക്കരുത് അല്ലാഹ്. സർവ്വ മുഅ്മിനീങ്ങളും ഞങ്ങളും തമ്മിൽ നല്ല ബന്ധം വേണം, നല്ല മനസ്സ് വേണം. അങ്ങനെ എല്ലാ നല്ലവരുമായും മനസ്സ് ബന്ധപ്പെടുന്നവൻ അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അംഗീകാരമുള്ള മുത്തഖിയായ മുഅ്മിനായ സാലിഹായ മനുഷ്യൻ. നേരെ മറിച്ച് മുൻഗാമികളോട് വൈരാഗ്യം വെച്ച് പുലർത്തുന്നവരും മുൻഗാമികളോട് അസൂയ വെക്കുന്നവരും മുൻഗാമികളായ മഹാന്മാരെ തള്ളിപ്പറയുന്നവരും ഒരിക്കലും തന്നെ അവരുടെ ശില്പിൽ, അവരുടെ കോർവയിൽ, അവരുടെ പട്ടികയിൽ, അവരുമായി ബന്ധപ്പെടുന്ന മേഖലയിൽ അവരുണ്ടാവുകയില്ല. സഹോദരന്മാരെ,
നാം ഓർക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലാഹു നമുക്ക് തന്ന ഈമാനിന്റെ വെളിച്ചം. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. അമേരിക്കയുടെ പ്രസിഡന്റിന് അല്ലാഹു തആല അത് കൊടുത്തിരിക്കുകയാണ്, റഷ്യയുടെ പ്രധാനമന്ത്രിക്ക് കൊടുത്തിരിക്കുകയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ കൊടുത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളെ നമ്മെ ഈമാനിന്റെ വെളിച്ചം കൊണ്ട് തെരഞ്ഞെടുത്തു. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാഉ. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ഈമാനിന്റെ വെളിച്ചത്തിലേക്ക് അവനതാ വഴിയിരിക്കുന്നു. അല്ലാഹു തആല നമുക്ക് ഈമാനിന്റെ വെളിച്ചം തന്നു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. ഒരിക്കലും തന്നെ പറഞ്ഞാൽ മതിയാവുകയില്ല, അല്ലാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. നമ്മെ അല്ലാഹു തആല ഈമാനുള്ളവരാണ്. അല്ലാഹുവിലേക്ക് നമ്മുടെ മനസ്സ് തിരിച്ചു. ഏറ്റവും വലിയ വിഷയം അതാണ്. അടിമയുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം. നമ്മെ സൃഷ്ടിച്ചവൻ അല്ലാഹ്, വേണ്ടതെല്ലാം തന്നവൻ അല്ലാഹ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് കഴിയുന്നവൻ അല്ലാഹ്, സംസാരിക്കാൻ ശേഷി തന്നവൻ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ഒരു മനുഷ്യന്റെ മനസ്സ് തിരിയുക. അവിടെയാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത്. മനുഷ്യൻ അവിടെയാണ് മനുഷ്യനാകുന്നത്. അല്ലാഹുവിലേക്ക് നമ്മുടെ മനസ്സ് പൂർണ്ണമായി തിരിയണം. നിങ്ങൾ ഓർത്തു നോക്കൂ, കാണുന്നവരുടെ കണ്ടു തന്നവൻ ആരാണ്? അല്ലാഹ്. കേൾക്കാനുള്ള കാത് തന്നവൻ ആരാണ്? അല്ലാഹ്. പിടിക്കാനുള്ള കൈ തന്നവൻ ആരാണ്? അല്ലാഹ്. നടക്കാനുള്ള കാല് തന്നവൻ ആരാണ്? അല്ലാഹ്. നമ്മുടെ ഓരോന്നും തന്നവൻ ആരാണ്? ഒരേ മറുപടി മാത്രമാണ്, അല്ലാഹു. അല്ലാഹ്. അവനല്ലാതെ കൊടുക്കുന്നവരില്ല, അവനല്ലാതെ തമിഴുന്നവരില്ല, അവനല്ലാതെ അതിദൂരമുള്ളവരില്ല, അവനല്ലാതെ ഇല്ല. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ വാസിലു വകുല്ലു നഈമിൻ ലാ മഹലത സായിലു. അമീറുകളുടെ പദ്യം സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. എന്താണ് ആ പദ്യം സൂചിപ്പിക്കുന്നത്? അലാ, അറിയണം, കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹലത സായിലു. ഇവിടെ നാം കാണുന്ന ഭൗതികമായ സർവ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോകുന്നതാണ്. അല്ലേ, ഇവിടെയുള്ള ഏത് വിഷയം നിങ്ങൾ എടുത്തു നോക്കൂ, എത്ര ഭംഗിയുള്ള പുഷ്പം, പക്ഷേ ഒരു ദിവസം വിടർന്നു വന്ന് ഭംഗിയോടെ നിൽക്കുന്ന പുഷ്പം പിറ്റേ ദിവസം അത് വാടിപ്പോയി. വളരെ നന്നായി ധാരാളം തേങ്ങ തന്നിരുന്ന തെങ്ങി അല്പദിവസം കഴിയുമ്പോൾ തീറ്റയായി അതാ അത് കടപുഴകി വീണുപോയി. സുബ്ഹാനല്ലാഹ്, വളരെ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ ഒരാൾ വിവാഹം കഴിക്കും. അല്പദിവസം കഴിയുമ്പോൾ ആ പെൺകുട്ടിയുടെ മുഖം പൊളിഞ്ഞുപോയി. വളരെ ഭംഗിയുള്ള ഒരു വരനെ ഒരു സ്ത്രീ തിരഞ്ഞെടുത്തു. പക്ഷേ ആ വ്യക്തിയുടെ കറുത്ത രോഗങ്ങൾ വെളുത്തുപോയി, മുഖം ചുളിഞ്ഞുപോയി. അല്ലേ, ഏത് വിഷയം എടുത്തോളൂ, വളരെ ഭംഗിയുള്ള വീട് നിർമ്മിച്ചു. അല്പദിവസം കഴിയുമ്പോൾ ഖറാബായി പോയി. നല്ല രുചിയുള്ള ഭക്ഷണമുണ്ടാക്കി. ആ ഭക്ഷണം നാളെയാകുമ്പോഴേക്ക് ചീത്തയായിപ്പോയി. ഇപ്പോൾ കഴിച്ച ഭക്ഷണം കഴിക്കുമ്പോൾ രുചിയുണ്ട്. അല്പം കഴിഞ്ഞ് വയറ്റിലെത്തിയാൽ പിന്നെ അത് ദഹിച്ചു കിട്ടണം എന്ന വിഷമത്തിലാണ്, ബേജാറിലാണ്. ദഹിച്ചു കഴിഞ്ഞാലോ നേരത്തെ നല്ല രുചിയുള്ള ഭക്ഷണം ഇപ്പോൾ നജസായി മാറുകയാണ്. സുബ്ഹാനല്ലാഹ്, പിന്നെ അത് തൊട്ട സ്ഥലം കഴുകി വൃത്തിയാക്കേണ്ട തിരക്കിലാണ്. നിങ്ങൾ ആലോചിക്കൂ, ഈ ഭൂമിയിലുള്ള വിഷയം എന്താണ്? ഒരാൾക്ക് അല്ലാഹു തആല അധികാരം കൊടുത്തു. അല്പദിവസം കഴിയുമ്പോൾ അധികാര കഥയിൽ ഇറങ്ങേണ്ടി വരികയാണ്. സുബ്ഹാനല്ലാഹ്,
ഇവിടെയുള്ള ഏത് വിഷയം നിങ്ങൾ നോക്കൂ, എന്തിനാണ് ഇവിടെ നിലനിൽപ്പുള്ളത്? ഒന്നിനും ഇവിടെ നിലനിൽപ്പില്ല. ഇപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഒരു കാറിൽ കയറി വന്നു, നിങ്ങളും പലരും കാറിൽ കയറി